വരടാ. എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു ഫുള്ളെടുത്ത് നമ്മുടെ MD-നെയും തിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുന്നു. വൃത്തിക്ക് പൂർത്തീകരിക്കുന്നത് മാത്രമാണ് നിലവിലെ പ്ലാൻ. അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വേറെ നോ അതർ പ്ലാൻസ് മച്ചാ. എടാ നീ പുറത്തേക്ക് ഇറങ്ങണ്ടോ? പുറത്തേക്കോ? ഇപ്പം തന്നെ പകുതി തീർത്തിരിക്കുക. ഇനി പുറത്തേക്ക് ഇറങ്ങി ശരിയാവില്ല. എടാ നീ പിന്നെ ഗൂഗിളിനെ വിളിക്കണ്ട. അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് ആധാരം അടിച്ചു മാറ്റില്ലേ, അത് അപ്പനറിഞ്ഞു. തിരിച്ച് വെച്ചിട്ട് കയറിയാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ രണ്ട് വെക്കുക. വരുന്നല്ലോ. ഓക്കെ, ബൈ ബൈ. പണവും പ്രതാപവും നമുക്കെന്തിനതാ, ഫുള്ളുണ്ടല്ലോ. പണയം വെക്കാൻ ഒരു ആധാരം ഉണ്ടായിരുന്നെങ്കിൽ. എന്താടാ അപ്പം വാളെടുത്താ? ഞാനെല്ലാം അവസാനിപ്പിക്കാൻ പോവാടാ. നല്ല തീരുമാനം കൂട്ടുകാരാ, നല്ല തീരുമാനം. അച്ഛനുണ്ടാക്കിയതെല്ലാം ഞാൻ തുലച്ചു. ഇനി ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ പറ്റില്ല. സുരേഷ് വന്നല്ലേ ഉള്ളൂ. എൻ്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്ലാറ്റിൻ്റെ മേലെ നിൽക്കുകയാണ്. നല്ല തീരുമാനം പ്രിയ കൂട്ടുകാരാ, നല്ല തീരുമാനം. ഗോ ഹെഡ്, ഹാരപ്പ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ബൈ. അവനും പോണം. വാടാ മച്ചി, ഹേ 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 വാടാ മച്ചി, ഹേ. എൻ്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്ലാറ്റിൻ്റെ മേലെ നിൽക്കുകയാണ്. നല്ല തീരുമാനം പ്രിയ കൂട്ടുകാരാ, നല്ല തീരുമാനം. എൻ്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്ലാറ്റിൻ്റെ മേലെ നിൽക്കുകയാണ്. നല്ല തീരുമാനം പ്രിയ കൂട്ടുകാരാ, നല്ല തീരുമാനം. എൻ്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്ലാറ്റിൻ്റെ മേലെ നിൽക്കുകയാണ്. നല്ല തീരുമാനം പ്രിയ കൂട്ടുകാരാ, നല്ല തീരുമാനം. അന്നവനെ കാണും. ഞാനല്ലോ അനൂപേ, നീ എന്തിനാടാ കരയുന്നത്? നിന്റെ സമ്മതമായിട്ടല്ലേ ഞാൻ ചത്തേ. നീ എന്തിനാ ഒന്നും മിണ്ടാത്തേ? ഒരു സിഗരറ്റ് കടി തന്നെ.
ഇനി ഇതൊന്നും വലിക്കാൻ പറ്റില്ലല്ലോ. ഇതല്ലേ ദ എൻഡ്. ഓ, മരിപ്പറഞ്ഞിറങ്ങിയപ്പോ എടുക്കാൻ മറന്നു കാണൂ അല്ലേ? എന്റെ പൊന്നളിയാ, നീ എന്തിനാണ് ഈ ഡാർക്കാവുന്നേ? നീ കാരണമൊന്നും അല്ലോ ഇത്. നമ്മളെ പോലുള്ളവരുടെയൊക്കെ കാര്യം ഇത് തന്നെയാണ്. നിനക്കറിയോ, +2 കഴിഞ്ഞ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ തുടങ്ങിയതാ എൻ്റെ ഈ അലച്ചിന്. ഇപ്പൊ ലക്ഷങ്ങളുടെ ബാധ്യത. സീനൊന്നുമില്ല. പഠിത്തം കഴിഞ്ഞാൽ ജോലി കിട്ടും. ജോലി കിട്ടിയാലോ നല്ല സാലറി കിട്ടും. ജോലി, സാലറി മയിരാണ്. നിനക്കറിയോ, ഈ ഗ്രേറ്റ് ബിടെക് റാങ്ക് ഹോൾഡറിന്റെ ആദ്യ മാസം ശമ്പളം എത്രയാന്ന്? 10,000 കുണുവ. ലോണടവോ 12,000 രൂപ. എടാ 8 വർഷമായടാ. 8 വർഷമായി ഈ അലച്ചിൽ തുടങ്ങിയിട്ട്. ഒരു കാര്യമില്ല. എടാ, അടുത്ത ആഴ്ച ശോഭയുടെ മോളുടെ കൊച്ചിന്റെ 1ാം പിറന്നാളാണ്. ഇന്നലെ അവിടുന്ന് എല്ലാരും കൂടെ വന്ന് വിളിച്ചു. പോകുമ്പോ ഇത്തിരി പൊന്നെങ്കിലും കൊണ്ടുപോണ്ടേ. അച്ഛന്റെ കയ്യിൽ ഒന്നും ഇരിപ്പില്ല. നിന്റെ കയ്യിലും കുറവായിരിക്കും എന്നറിയാം. എന്നാലും മോനൊന്ന് നോക്ക്. നോക്കാം.